Hello and welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനോഫി പൈ ആണ്. ബനോഫി എന്ന് പറഞ്ഞാൽ ബനാന ആൻഡ് ടോഫി ആണ്. ഇതൊരു നല്ല ഡെസേർട്ട് ആണ്. വെരി ഈസി ആണ് ഉണ്ടാക്കാൻ. എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമ്മുടെ ബനോഫി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ബിസ്ക്കറ്റ് ബേസ് ആണ്. ബിസ്ക്കറ്റിന് ബേസ് ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ആണ്. എന്ത് ബിസ്ക്കറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തു. നമ്മുടെ ബട്ടറും മെൽറ്റ് ചെയ്തു. ഇത് 110 grams ബട്ടറാണ്. ഇനി നമ്മുടെ ബട്ടർ നമ്മുടെ ബിസ്ക്കറ്റിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റും നമ്മുടെ ബട്ടറും മിക്സ് ചെയ്തു. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഈ സൈഡിൽ കൂടെ ഒരു ബേസ് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ബനോഫിയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് അവൻ്റെ ഉള്ളിൽ വയ്ക്കാം. അവൻ്റെ ഉള്ളിൽ വെച്ചാൽ നമ്മുടെ ബേസ് ഇച്ചിരി കൂടെ ഫേം ആവും. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ബനോഫിയുടെ ബേസ് ബേക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബനോഫിയുടെ ക്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇനി നമ്മുടെ ബനോഫിയുടെ ടോഫി ഉണ്ടാക്കാം. നമ്മുടെ ടോഫി ഉണ്ടാക്കാൻ വേണ്ടത് 120 grams ബട്ടറാണ്, 120 grams ബ്രൗൺ ഷുഗർ, പിന്നെ ഒരു ക്യാൻ കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിനകത്ത് 397 grams ഉണ്ട്. പിന്നെ ടോഫി ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബട്ടറും ഷുഗറും മെൽറ്റ് ചെയ്യാം. നമ്മളുടെ ബട്ടർ മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ഇട്ടെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മളുടെ മിക്സ്ചർ ഒരു കാരമലിൻ്റെ കളറാകുമ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇളക്കി വെക്കാം. കുറേ സമയം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മിക്സ്ചർ ഇങ്ങനെയാവും, ടോഫി ഇങ്ങനെയാവും. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ക്രസ്റ്റിൻ്റെ മേലിൽ വയ്ക്കാം. നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ബനാന പീൽ ചെയ്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മൾ ടോഫിൻ്റെ മേലിൽ വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ ബനാന നമ്മുടെ ടോഫിയുടെ മേലിൽ വെച്ചെടുക്കാം. നമ്മൾ ടോഫിയും ബനാനയും റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ നല്ലത് ഇതിന് മേലിൽ വെക്കാനുള്ള വിപ്പ് ക്രീമാണ്. അപ്പോൾ നമ്മൾ വിപ്പ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുമ്മാ ഇതിന് മേലിൽ വെക്കാം. പൈപ്പൊന്നും ചെയ്യണ്ട. ചുമ്മാ നമുക്ക് വെച്ച് ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്യാം. ബനോഫി പൈ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടി നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് ഇതിന് മേലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമ്മളുടെ വിപ്പ് ക്രീമിന് വേണ്ടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബനോഫി പൈ ഫിനിഷ്ഡായി. ഇനി ഒരു ലാസ്റ്റ് 10-15 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് അങ്ങനെ നമ്മുടെ
ബനോഫി പൈ ഫൈനലി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, ക്രസ്റ്റൊക്കെ നല്ല രസമുണ്ട്. ഇനി നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ പൈ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബനോഫി ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബനോഫി ഇരിക്കണേ. അപ്പോൾ നിങ്ങളുടെ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ മറ്റു വീഡിയോസ് എല്ലാം കാണുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.